സുജു, പത്തനംതിട്ടയിൽ മഴയ്ക്ക് ശമനമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെ? പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. എന്നാൽ പോലും ഇപ്പോൾ കാലാവസ്ഥ മാറുന്ന ഒരു സാഹചര്യം കൂടി പത്തനംതിട്ട മഴയുടെ ഒരു ലക്ഷണങ്ങളിലേക്ക് എത്തുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഏത്തവാഴ കൃഷിത്തോട്ടത്തിലാണ്. നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ ജൂൺ മാസത്തിലെ വിളവ് പ്രതീക്ഷിച്ച് നട്ട ഏത്തവാഴ കൃഷിയാണ്. അതെല്ലാം ഒടിഞ്ഞ് തകർന്ന അവസ്ഥയിലാണ്. ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ കൃഷിയിടം ആകെ നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. 600 ഏത്തവാഴകളാണ് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് മാത്രം നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. ജില്ലയിൽ 180 ഏക്കറോളം സ്ഥലത്താണ് കൃഷി നാശമുണ്ടായിരിക്കുന്നത്. അതിൽ 191, അതായത് 1,91,00,000 രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ട് പ്രധാനമായി തിരുവല്ല അടൂർ മേഖലയിലാണ് ഏറ്റവും നഷ്ടമുണ്ടായിരിക്കുന്നത്. 40 ലക്ഷത്തിലധികമാണ് ഈ പ്രദേശങ്ങൾ. ഇപ്പോൾ നമ്മൾ കോന്നി വകയാറിലാണുള്ളത്. ഇവിടെ ഒരു ഏത്തവാഴ കർഷകൻ ഗണേഷ് കുമാറോട് നമ്മളൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ സെപ്റ്റംബറിലാണ് വാഴ വെക്കുന്നത്. ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ വിളവെടുക്കത്തക്ക രീതിയിലാണ് വാഴ വെച്ചത്. ഏതാണ്ട് ഒരു വാഴയ്ക്ക് 350 രൂപയോളം എനിക്ക് ചിലവായിട്ടുണ്ട്. അതായത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വെള്ളം കോരേണ്ടി വന്നു. ശക്തമായ ചൂടടിച്ച് വെള്ളം കോരിയാണ് ഇത്രയും കൊണ്ടുവന്നത്. പക്ഷേ ഈ വെള്ളി, ശനി, തിങ്കൾ ഈ 3 ദിവസത്തെ കാറ്റടിച്ചിട്ട് ഏതാണ്ട് എൻ്റെ 600ഓളം വാഴകളാണ് ഇപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇത് അടുപ്പിച്ച് 3 ദിവസം അപൂർവമാണ്. സാധാരണ ഒരു ദിവസമൊക്കെ കാറ്റടിച്ച് പോകാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ശക്തമായ കാറ്റ് വെള്ളിയാഴ്ച, ശനിയാഴ്ച, തിങ്കളാഴ്ച ഈ 3 ദിവസങ്ങളിൽ അടിച്ചിട്ട് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇത് എത്ര ഏത്തവാഴ നഷ്ടപ്പെട്ടിട്ടുണ്ടായത്? ഞാൻ മൊത്തം വാഴ വെച്ചത് ഏതാണ്ട് 1500ഓളം വാഴകളാണ്. അതിനകത്ത് ഏതാണ്ട് 600ഓളം വാഴകൾ പകുതിയോളം വാഴകൾ നഷ്ടമായി. ഇനി നിൽക്കുന്ന വാഴകളിൽ തന്നെ കാറ്റടിച്ച് ഒലഞ്ഞ് അത് ഇനിയും നിൽക്കാനൊക്കാത്തൊരു സാഹചര്യമാണ്. ഇതിപ്പം വിപണിയിൽ എത്തിച്ചാൽ വില കിട്ടുമോ? ഈ ഒടിഞ്ഞു കിടക്കുന്ന വിപണിയിൽ എത്തിച്ചാൽ വില കിട്ടത്തില്ല. കാര്യം ഇപ്പം 3 ദിവസമായിട്ട് വെയിലും എല്ലാം കൊണ്ട് മഴയും നനഞ്ഞ് ആ ഒരു ഇത് മുഴുവൻ നശിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചില വാഴക്കൊലകളൊക്കെ കൊടുത്താൽ 10, 40, 50 രൂപ ഇങ്ങനെ. ഒരു കൊലയ്ക്ക് 40 രൂപ, 50 രൂപ. ഒരു സങ്കടപ്പെഴുത്ത് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. കൃഷി എനിക്ക് മാത്രമല്ല, ഇവിടെ ധാരാളം കർഷകർ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അവരെ ഉത്തരവാദിത്തത്തോടെ അറിയിച്ച ദിവസം തന്നെ വന്നു. എല്ലാം എണ്ണി നോക്കി അവർ ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ, അസിസ്റ്റന്റ് ഡയറക്ടർ എല്ലാവരും വന്നിട്ട് കൃത്യമായി എണ്ണി. അവർ നല്ല സഹകരണമായിരുന്നു. വലിയ വിഷമമായിരിക്കുമല്ലേ? വലിയ പ്രതീക്ഷ പോയി. നമ്മുടെ അധ്വാനമാണ് നഷ്ടമായി. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഒരു പത്തനംതിട്ടയിലെ പൊതുവിലെ ഒരു സാഹചര്യമാണ് ഗണേഷ് കുമാർ നമ്മോട് പങ്കുവെച്ചത്. വലിയ നാശനഷ്ടം. നമുക്ക് എൻ്റെ പിന്നിൽ കാണുന്ന ഏത്തവാഴ കൃഷിയൊക്കെ നശിച്ചിരിക്കുന്ന അവസ്ഥ വളരെ സങ്കടകരമായ കാര്യമാണ്. ഇത് കോന്നി വകയാറാണെങ്കിൽ ഇത് വകയാറിലെ ഗണേഷ് കുമാറിന്റെ മാത്രം അവസ്ഥയല്ല. ഒരു വാഴയ്ക്ക് ഏതാണ്ട് ഏത്തവാഴയ്ക്ക് 350 രൂപ ചെലവ് വരുമ്പോൾ ഇൻഷുറൻസ് തുക 300 രൂപയാണ്. അത് ഇൻഷുറൻസ് ലഭിച്ചാൽ പോലും ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം നികത്താൻ സാധ്യമല്ല. 700-750 രൂപ ഈ ജൂൺ മാസം വിപണിയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു. ആ വലിയ പ്രതീക്ഷയ്ക്കാണ് ഈ കനത്ത മഴ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ആര്യ.